വാർത്തകൾ തുടരുന്നു. മണപ്പുറം ഫൗണ്ടേഷന്റെ നന്മമരം പദ്ധതിയുടെ നാട്ടിക പഞ്ചായത്ത് തല ഉദ്ഘാടനം നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ വൃക്ഷത്തൈ നട്ടുകണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊക്കെ ലോക പരിസ്ഥിതി ദിനം എല്ലാവരും കൂടി ജൂൺ 5-ാം തീയതി ലോകം മുഴുവൻ ആചരിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അതല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് മണപ്പുറം ഫൗണ്ടേഷൻ 7 പഞ്ചായത്തുകളിൽ നാട്ടിക ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിൽ നന്മമരം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. സാധാരണഗതിയിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒരു വഴിപാട് പരിപാടിയായി ഒരു ചടങ്ങ് മാത്രമായി പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ മാറുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓരോ പൗരനും വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പ്രിൻസിപ്പാൾ KH സാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MK മോഹനൻ, പ്രധാനാധ്യാപിക KK അജിത, അധ്യാപികരായ KR ഷീല, NV സുവർണ, ജസ്ന രാജൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഖാദി യൂണിഫോം വിതരണം നടത്തി. വലപ്പാട് CI R രതീഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണം. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാനും അതുവഴി മനുഷ്യരെയും തൊട്ടടുത്ത സഹജീവിയും നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നതാണ്, ഇന്ത്യ എന്റെ മാതൃരാജ്യമാണ്. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നൂതനവും സത്യവുമായ ആശയങ്ങൾ സ്കൂളുകളിൽ പ്രചരിപ്പിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്താൽ മാത്രമേ ശരിക്കും ഗാന്ധിജി കണ്ട രീതിയിലുള്ള ഒരു സുന്ദര സ്വപ്നമായ ഒരു ഭാരതം നമുക്കിവിടെ കെട്ടിപ്പടുക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും എനിക്ക് ഇതിന്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞത് എന്റെ പ്രസ്ഥാനത്തിനാണ് ജയിക്കും. PTA പ്രസിഡന്റ് സുഗുണ സൂര്യൻ അധ്യക്ഷത വഹിച്ചു. CK ബിജോയ്, സുധീർ G കൊല്ലാറ, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, കൃഷ്ണവേണി പ്രമോദ്, രാജൻ പട്ടാട്ട്, TK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ സീനിയർ സെക്കൻഡറി വിഭാഗം ക്ലാസുകളുടെ പ്രവേശനോത്സവം നടത്തി. ആലുവ UC കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ M മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ IT മുഹമ്മദ് അലി, അക്കാദമിക് അഡ്വൈസർ V ഗോപാലൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലത സേവ്യർ, പ്രധാനാധ്യാപിക സുനിത നന്ദൻ എന്നിവർ സംസാരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുജനങ്ങളിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ഏത് ആശ്ര സംസ്കാരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചാലും ഗുരുവിന് വല്ലാത്ത പ്രാധാന്യമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി തരുന്ന എല്ലാം ഗുരുക്കന്മാരാണ്. ഭാരതത്തിലെ ശ്രീമൽ ഭാഗവതത്തില് 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതില് പാമ്പുണ്ട്, മലമ്പാമ്പുണ്ട്, വൃക്ഷമുണ്ട്, പക്ഷിയുണ്ട്, മനുഷ്യരുണ്ട്, ഋഷീശ്വരന്മാരുണ്ട്, അങ്ങനെ എല്ലാം പലതരം ആളുകൾ. അതിൻ്റെ അർത്ഥം നമ്മൾ ബന്ധപ്പെടുന്നത് ആരും ഏത് സംഭവവും അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ്. ആരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ചന്ദ്രാപിന്നി CV സെന്ററിൽ ഹരിശ്രീ ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം നിർവഹിച്ചു. രാജേഷ് കോവിൽ, ശോഭന സുകുമാരൻ, PC അജയൻ, CA ജമാൽ, നിഖിൽ രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഫാഷൻ വസ്ത്രങ്ങളും ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും ഒരുക്കിയിട്ടുണ്ടെന്ന് സ്ഥാപന ഉടമ അറിയിച്ചു.
ചരമവാർത്ത. ചന്ദ്രാപിന്നി മാണിയത്ത് പരേതനായ ഇറ്റിയുടെ മകൻ ധർമ്മരാജൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. മോഹിനിയാണ് ഭാര്യ. ദിനേശ്, രമേശ്, രജനി എന്നിവർ മക്കളും ബിജുകുമാർ, സന്ധ്യ, പ്രസന്നൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ UDF കൂട്ടധർണ നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ഗുരുദേവ സമാജം നന്മ 2014 പദ്ധതിയുടെ ഭാഗമായി പലിശരഹിത തയ്യൽ മെഷീൻ വായ്പാ പദ്ധതി ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.